തൊടുപുഴയിൽ ലാത്തി ചാർജിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ബിലാൽ സമദിന് പരിക്കേറ്റ സംഭവത്തിലും ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. 2022 ജൂൺ 14-നായിരുന്നു സംഭവം. ലാത്തി ചാർജിൽ കണ്ണിന് ഗുരുതര പരിക്കേറ്റ ബിലാലിന് 30% കാഴ്ച നഷ്ടമായിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണപക്ഷത്തിരുന്ന ഒരു വകുപ്പിനെ വിമർശിച്ചത് ആഭ്യന്തര വകുപ്പിനെയായിരുന്നു UDF. ഇപ്പോൾ ഭരണത്തിലാകുമ്പോൾ വളരെ ആക്റ്റീവായി പെട്ടെന്ന് തന്നെ ഓരോ കേസിലും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിലവിൽ ബിലാലിന്റെ സംഭവത്തിൽ എന്താണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഇടപെടൽ? ബിലാല് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. ആ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2022 ജൂൺ 14-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് DCC പ്രസിഡന്റായിരുന്ന CP മാത്യുവിന്റെ വാഹനം തടയുന്ന ഒരു സംഭവം, CP പ്രവർത്തകരാണ് അത് തടയുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം തൊടുപുഴ ടൗണിൽ നടക്കുന്നു. അങ്ങനെ ഗാന്ധി സ്ക്വയറിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചില ആളുകൾ CPMന്റെ കൊടിമരം തകർക്കുന്ന സംഭവത്തിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് പോലീസ് ഇവരുടെ അടുത്തോട്ട് വരികയും ഇവരെ തടയാൻ പോയിട്ടുള്ള ഈ ബിലാൽ സമദിനെ അടിക്കുകയായിരുന്നു. തലയ്ക്കാണ് അടിക്കുന്നത്, തലയ്ക്കും മുഖത്തിനൊക്കെയാണ് അടിക്കുന്നത്. അങ്ങനെ കണ്ണിനും പരിക്കേൽക്കുന്നു. അങ്ങനെ 30% കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ ബിലാൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇതിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ സമർപ്പിക്കുന്നതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമ പോരാട്ടം എന്ന നിലയിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ മുഖ്യമന്ത്രിയെ കണ്ട് സന്ദർശിച്ച് ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനമെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞ സംഭവത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ഇതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇടപെടൽ നടത്തിയിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം വിശദമായ നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിലുള്ളത്.